വെൽക്കം ഓൾ. ഞാൻ ഡോക്ടർ ശാന്തി കൃഷ്ണ, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വേനൽക്കാല രോഗത്തെക്കുറിച്ചാണ്. ചൂടൂരു, പ്രിക്ലി ഹീറ്റ് അഥവാ മിലേറിയ. എന്താണ് ചൂടൂരു? നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ധാരാളം വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെന്റുമായിട്ട് എക്സ്പോഷർ വരുമ്പോൾ ഈ വിയർപ്പ് ഗ്രന്ഥികൾ ബ്ലോക്ക്ഡ് ആയിപ്പോകും. അപ്പോൾ വിയർപ്പിന് പുറത്തു പോകാൻ പറ്റാതെ ചൂടുകുരുവായിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും നെറ്റിയില്, മുതുകില്, കഴുത്തില്, തലയുടെ ഉള്ളിലൊക്കെ ആയിട്ട് ഇതേപോലെ ധാരാളം ചുവന്ന പാടുകളായിട്ട് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് ചൂടുകുരു. എന്തുകൊണ്ടാണ് കുട്ടികളിൽ ധാരാളം ചൂടുകുരു കാണുന്നത്? കുട്ടികളുടെ ശരീരം വളരെ ചെറുതാണ്. അവർ നല്ല ആക്ടിവിറ്റീസ് ഉണ്ടാവും. മുതിർന്ന ആൾക്കാരെക്കാട്ടിലും അവർ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കില്ല. അവർക്ക് ധാരാളം വിയർപ്പും ആ രീതിയിൽ ഉണ്ടാവും. അങ്ങനെ അവരിൽ കൂടുതൽ ചൂടുകുരു ഉണ്ടാവും. ചൂടുകുരു വന്നാൽ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും? നല്ല ചൂടുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ പുറത്ത് കളിക്കാൻ വിടാതിരിക്കുക. കട്ടി കുറഞ്ഞതും ലൂസായിട്ട് അയവുള്ളതുമായിട്ടുള്ള കോട്ടൻ്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുക. ധാരാളം വെള്ളം കുടിക്കാൻ പറയുക. വിയർത്ത് കളി കഴിഞ്ഞ് വിയർത്ത് അകത്തോട്ട് കയറുന്ന സമയത്ത് അവർക്ക് നനഞ്ഞ തുണി കൊണ്ട് ശരീരം ഒപ്പിക്കൊടുക്കാം. അതുകൂടാതെ 2 നേരം മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് അവരെ കുളിപ്പിക്കുന്നതും നല്ലതാണ്. ഇത് വിയർപ്പ് ഗ്രന്ഥികൾ ബ്ലോക്ക് ആവുന്നതാണ്. അപ്പൊ അങ്ങനെ വിയർപ്പ് ഗ്രന്ഥികൾ ബ്ലോക്ക് ആവുന്ന തരത്തിലുള്ള തിക്ക് ലെയർ ആയിട്ടുള്ള ക്രീമുകളോ ഓയിലുകളോ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്ന പൗഡറുകളോ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ഈ കണ്ടീഷൻ അമിതമാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും വേഴ്സൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ ചൂടുകുരു തനിയെ ഉണങ്ങിപ്പോയിക്കോളും. പക്ഷെ ചില ഭയങ്കര ക്ലൈമറ്റിൽ ചേഞ്ച് വരാത്തത് കൊണ്ട് പിന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴാണ് വൈദ്യസഹായം തേടേണ്ടത്? ഈ ചൂടുകുരുവിൻ്റെ കൂടെ കുട്ടിക്ക് അമിതമായ ക്ഷീണം വരുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒമച്ചിലോ ചൊറച്ചിലോ ഉണ്ടാവുമ്പോൾ, കുഞ്ഞിന് പനി ഉണ്ടാവുമ്പോൾ ഒക്കെ നമുക്ക് ഡോക്ടറെ കാണിക്കാം. അതേപോലെ തന്നെ ഈ ചൂടുകുരു സെക്കൻഡറി ഇൻഫെക്ഷൻ വന്ന് പഴുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചുവന്ന് കാണുന്ന കുരുക്കളുടെ മുകളിൽ മഞ്ഞ കുത്തുകൾ കാണുകയാണ്. അത് എല്ലാ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും കാണുകയാണെങ്കിലും നിങ്ങൾ ഡോക്ടറെ കാണും. ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ദിവസം മറ്റൊരു ഉപകാരപ്രദമായ വിഷയവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.